വചനമൊഴി ഉയർപ്പുകാലം 7-ാം ഞായർ. വചനഭാഗം യേശയ്യ 6:1-13, സ്ലീഹന്മാരുടെ നടപടി 1:15-26, ഫിലിപ്പി 2:1-11, മർക്കോസിന്റെ സുവിശേഷം 16:14-20. ഉയർപ്പുകാലത്തിലെ അവസാന ഞായറാഴ്ചയിൽ ആരാധനാ സമൂഹം എത്തിയിരിക്കുകയാണ്. ഉത്ഥിതനായ മിശിഹായുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന പരിശുദ്ധാരൂപിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ദിവസങ്ങളെ അനുസ്മരിക്കുന്ന സമയമാണിത്. സ്വർഗാരോഹണത്തിന് മുൻപ് ഉത്ഥിതനായ ഈശോ സ്ലീഹന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകുന്ന വചനഭാഗമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. മിശിഹായിൽ നിന്ന് ദൗത്യം സ്വീകരിച്ച ശിഷ്യന്മാർ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതിന് ജെറുസലേമിൽ തന്നെ വസിക്കുകയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവാലയത്തിൽ സദാ കഴിയുകയും ചെയ്തിരുന്നുവെന്ന് തിരുവചനം പറയുന്നു. മിശിഹായുടെ ശിഷ്യന്മാരുടെ ദൗത്യവും മനോഭാവവും എന്തായിരിക്കണമെന്ന് പരിചിന്തനം ചെയ്യുന്നതിന് സഹായിക്കുന്നതും ദൈവവചനത്തിന്റെ പ്രഘോഷകരാകുവാനുള്ള ആഹ്വാനം നൽകുന്നതുമായ ദൈവവചന ഭാഗങ്ങളാണ് ഉയർപ്പുകാലം 7-ാം ആഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥ പ്രഘോഷണങ്ങളെല്ലാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ പ്രവാചകനെ ദൈവം വിളിച്ച് വിശുദ്ധീകരിച്ച് പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് ശ്രവിക്കുന്നത്. പ്രവാചകന് സ്വർഗദർശനം ഉണ്ടാകുന്നതും ദൈവവചനമാകുന്ന തീക്കനൽ കൊണ്ട് പ്രവാചകന്റെ അധരങ്ങളിൽ സ്പർശിക്കുന്നതും അവനെ വിശുദ്ധീകരിച്ച് പാപങ്ങൾ ക്ഷമിച്ച് ദൗത്യം നൽകി അയക്കുന്നതും നാം വായിക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് തന്റെ ദൗത്യത്തിനായി പുറപ്പെടുന്ന പ്രവാചകനെയാണ് ഇവിടെ കാണുന്നത്. പ്രവാചകന്റെ വാക്കുകളോട് ശ്രോതാക്കൾ കഠിന ഹൃദയത്തോടെ പെരുമാറുമെന്നും അവഗണിക്കപ്പെടുമെന്നും സൂചന നൽകുന്നുണ്ട്. എന്നാൽ പ്രവാചക ദൗത്യം ഫലം കാണുമെന്നും വിജയിക്കുമെന്നും പ്രഖ്യാപിക്കുന്നു. യേശയ്യായെപ്പോലെ മിശിഹായുടെ ശിഷ്യരും വിളിക്കപ്പെട്ടവരും പ്രത്യേക ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവരുമാണ്. കുറവുകളുള്ളവരും ബലഹീനരുമായവരെ ഈശോ വിളിച്ച് ശക്തിപ്പെടുത്തി വിശുദ്ധീകരിച്ച് പ്രേക്ഷിത വേലയ്ക്ക് അയക്കുന്നു. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും കർത്താവിന്റെ ശക്തിയാൽ അവയെല്ലാം അതിജീവിച്ച് മിശിഹായ്ക്ക് സാക്ഷ്യം നൽകാൻ സാധിക്കും. മിശിഹായുടെ അനുയായികൾ തങ്ങളുടെ കുറവുകളും ബലഹീനതകളും തിരിച്ചറിയുകയും കർത്താവിന്റെ കൃപയിലും കാരുണ്യത്തിലും ശരണപ്പെട്ട് പ്രേക്ഷിത ദൗത്യത്തിൽ ഏർപ്പെടുകയും വേണം. മിശിഹായുടെ ഉത്ഥാനത്തിന് സാക്ഷിയാകുവാനും അത് പ്രഘോഷിക്കുവാനുമായി സ്ലീഹന്മാരുടെ ഗണത്തിലേക്ക് മത്യാസിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് സ്ലീഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണം. തിരഞ്ഞെടുപ്പിന്റെ പ്രധാന ലക്ഷ്യം ഉത്ഥിതനായ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നതായിരുന്നു. സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് യൂദാസ് ഉപേക്ഷിച്ച സ്ഥാനത്തെക്കുറിച്ചും പുതിയ ആളെ അവിടേക്ക് നിയോഗിക്കുന്നതിനെക്കുറിച്ചും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പത്രോസ്ലീഹ വ്യാഖ്യാനിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മാനുഷികമായ ഒരുക്കം നടത്തി ദൈവഹിതം ആരായുന്നതിന് പ്രാർത്ഥിച്ച് അവിടുത്തെ ഹിതമനുസരിച്ചാണ് മത്യാസിനെ ശുശ്രൂഷയിലേക്ക് നിയോഗിക്കുന്നത്. പ്രേക്ഷിത ദൗത്യത്തിന്റെ ലക്ഷ്യം ഈശോ കർത്താവാണ് എന്ന് എല്ലാ നാവുകളും ഏറ്റുപറയണം എന്ന കാര്യമാണെന്ന് പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നു. അതിന് മിശിഹായുടെ അനുയായികളെല്ലാവരും അവിടുത്തെ മനോഭാവം സ്വീകരിക്കണം. ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹായുടെ മനോഭാവമാണത്. സ്വന്തം താല്പര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കുന്നതും അവരനെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് കരുതുന്നതുമായ മനോഭാവം സ്വീകരിച്ച് ആത്മാവിന്റെ ഐക്യത്തിലും സ്നേഹത്തിലും വർദ്ധിച്ച് സന്തോഷത്തിലായിരിക്കുക എന്നതായിരിക്കണം മിശിഹായുടെ അനുയായിയുടെ ജീവിതശൈലി എന്ന് പൗലോസ്ലീഹ
ഉയർത്തെഴുന്നേറ്റം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തതിനെക്കുറിച്ചും അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ചും ശാസിക്കുന്നുണ്ട്. എങ്കിലും ഈശോ അവർക്ക് പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനാണ് ഈശോ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും സകല സൃഷ്ടികൾക്കും സുവിശേഷം നൽകുക എന്നതാണ് ശിഷ്യന്മാരുടെ ദൗത്യം. മിശിഹായെ കണ്ടവരെ ശിഷ്യന്മാർ വിശ്വസിക്കാതിരുന്നതുപോലെ അവർ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും എല്ലാവരും മിശിഹായിൽ വിശ്വസിക്കണമെന്നില്ല. എങ്കിലും സകല സൃഷ്ടികളോടും എല്ലാ ഇടങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ദൗത്യം അവർക്ക് നൽകുന്നു. അവർ പ്രഘോഷിക്കുന്നതും കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ടായിരിക്കണം. അവരുടെ വചനം ശ്രവിച്ച് വിശ്വസിക്കുന്നവരുടെ കൂടെ മിശിഹ ഉണ്ടായിരിക്കും. അടയാളങ്ങളിലൂടെ അവരുടെ സാക്ഷ്യത്തെ അവിടുന്ന് സ്ഥിരീകരിച്ചിരുന്നു. അവർ പിശാചുകളെ ബഹിഷ്കരിക്കുകയും പുതിയ ഭാഷകൾ സംസാരിക്കുകയും സർപ്പങ്ങളെ കയ്യിലെടുക്കുകയും ചെയ്യും. മാരകമായത് എന്തു കുടിച്ചാലും അതവർക്ക് ഹാനി വരുത്തുകയില്ല. രോഗികളുടെ മേൽ കൈവയ്ക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും എന്നിവയായിരുന്നു അവരോടുകൂടി ഉണ്ടായിരുന്ന അടയാളം. മിശിഹായിൽ വിശ്വസിക്കുന്നവർ അവിടുത്തെ ശക്തിയാൽ പിശാചിനെയും അന്ധകാര ശക്തികളെയും പരാജയപ്പെടുത്തുകയും രോഗികളുടെ മേൽ കൈവച്ച് സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പാമ്പുകളെ കയ്യിലെടുക്കുക, മാരകമായ വിഷം കുടിക്കുക എന്നത് പ്രതീകാത്മകമായിട്ടാണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിരുന്നത്. തെറ്റായ പ്രബോധനങ്ങളെയും വ്യാജ പ്രവാചകരെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മിശിഹായിൽ ആഴമായി വിശ്വസിക്കുകയും മാമോദീസായാൽ ആ വിശ്വാസം സ്ഥിരീകരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തിരുന്നവർ തെറ്റായ പ്രബോധനങ്ങളിൽ വീഴുകയോ പൈശാചിക പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെടുകയോ ചെയ്തിരുന്നില്ല. ഇക്കാര്യമാണ് സുവിശേഷകൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ആരാധനാ സമൂഹം പന്തക്കുസ്താ തിരുനാളിനൊരുങ്ങുന്ന ഈ അവസരത്തിൽ ദൈവാരൂപിയുടെ കൃപയിൽ ശരണപ്പെടുന്നതിനും വിശ്വാസബോധ്യങ്ങളിൽ ആഴപ്പെടുന്നതിനും എളിമയുടെയും പരിത്യജിക്കലിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ജീവിത ശൈലിയിലൂടെ മിശിഹായുടെ മനോഭാവം സ്വീകരിച്ച് അനുദിന ജീവിതത്തിലൂടെ അവിടത്തേക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള ക്ഷണമാണ് ഇന്ന് തിരുവചനം നൽകുന്നത്. തിരുവചനത്തിന്റെ ക്ഷണം സ്വീകരിച്ച് മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്ന ഉത്തമ വിശ്വാസികളായി വർത്തിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.